എൻ്റെ പേര് ഹന്ന. ഞാൻ 29th ഏപ്രിലാണ് ഖത്തർ എക്സാം ക്ലിയർ ചെയ്തത്. അൽഹംദുലില്ലാഹ് എക്സാം അത്ര ടഫൊന്നും ആയിരുന്നില്ല. ഒരു മോഡറേറ്റ് ലെവൽ എക്സാം ആയിരുന്നു. ഭയങ്കര ഈസി എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഒരു മോഡറേറ്റ് ആയിരുന്നു. എനിക്ക് എക്സാമിന് നല്ല പേടിയുണ്ടായിരുന്നു, പക്ഷേ അത്ര ഒരു ഇതൊന്നും മീൻസ് അത്ര പേടിക്കണ്ടായിരുന്നു എന്ന് എനിക്ക് എക്സാം കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഏരിയയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കാണ് മെയിനായിട്ട്. സാറിൻ്റെ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ഒരു പ്രാവശ്യം ടെക്സ്റ്റ് ബുക്ക് നോക്കി, പിന്നെ 1-2 പ്രാവശ്യം നോക്കിയിട്ടുണ്ടായിരുന്നു. സാറിൻ്റെ ക്ലാസ് സൂപ്പറായിരുന്നു. കാരണം അത് കേട്ടാൽ തന്നെ അത്യാവശ്യം നമുക്ക് ഒരു ധാരണ കിട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ വീണ്ടും എക്സാമിൻ്റെ ഒരു 1 വീക്കിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ വീണ്ടും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ സാർ അയച്ച എല്ലാ ഫയൽസും നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഫയൽസും ആ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 35 ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത് എനിക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പോലെയാണ് തോന്നിയത്. റിപ്പീറ്റഡ് എന്ന് പറയാൻ പറ്റില്ല, ടെക്സ്റ്റിൻ്റെ അകത്തും വന്ന ക്വസ്റ്റ്യൻസ്, അതായത് ഫയൽസിലില്ലാണ്ട് നമ്മുടെ ടെക്സ്റ്റിലൊക്കെ തന്ന ചെറിയ പോയിൻറ്റ്സ് ഒക്കെ ആയിട്ടുള്ള അങ്ങനെ ക്വസ്റ്റ്യൻസ് അത് വന്നിട്ടുണ്ടായിരുന്നു. പീരീഡ് ക്വസ്റ്റ്യൻസിൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ECGൻ്റെ അകത്ത് 2 ക്വസ്റ്റ്യൻ, പിന്നെ മെത്തിസിലിൻ റെസിസ്റ്റൻസിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ, പിന്നെ ഹൈപ്പർ ടെൻഷൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് വരുന്ന ആ ഒരു എയറോ മാർക്കറ്റിലെ ആ ഒരു ക്വസ്റ്റ്യൻ, അതൊക്കെ എല്ലാവർക്കും വരുന്ന ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്കും വന്നിട്ടുണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ. അങ്ങനെ 35 to 40 ക്വസ്റ്റ്യൻസ് എന്തായാലും എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കും ഫയലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. പിന്നെ എനിക്കൊരു 10 കാൽക്കുലേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആ കാൽക്കുലേഷൻസിൻ്റെ അകത്ത് ഒരു 4 to 5 കാൽക്കുലേഷൻസ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇക്വേഷൻ വെച്ചിട്ട് തന്നെയായിരുന്നു, പക്ഷേ അത് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. ഇക്വേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നേ ഇല്ല. സാധാ നമ്മുടെ ഒരു കാൽക്കുലേഷൻസും റിപ്പീറ്റഡ് അല്ലായിരുന്നു. ഞാൻ കുറച്ച് ടഫുള്ള കാൽക്കുലേഷൻ്റെ ആൻസറൊക്കെ നോക്കിയിട്ടായിരുന്നു പോയത്, പക്ഷേ അതൊന്നും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ലായിരുന്നു. കാരണം ഒരു കാൽക്കുലേഷനും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടില്ല. അപ്പം അങ്ങനെ. പിന്നെ മെഡിസിനൽ കെമിസ്ട്രി പറയുകയാണെങ്കിൽ, സത്യം പറഞ്ഞാൽ എനിക്ക് മെഡിസിനൽ കെമിസ്ട്രി പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടഫായിരുന്നു. ഞാൻ വീണ്ടും നോക്കിയിട്ട് എനിക്ക് അത്ര ഒരു ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നിയിട്ട് ഒരു 1-2 പ്രാവശ്യം ആ ഒരു അവസാനത്തെ വീക്കിൻ്റെ ഉള്ളിലാണ് ഞാനത് പഠിച്ചത്. അതിനകത്ത് എനിക്ക് ആകെ 2 ക്വസ്റ്റ്യനേ വന്നിട്ടുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇമിപ്രമൈൻ്റെ സ്ട്രക്ചർ തന്നിട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള രീതിയിൽ വന്നിട്ടുള്ളൂ. ബാക്കി മെഡിസിനൽ കെമിസ്ട്രി പഠിച്ചില്ലെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നത്. അങ്ങനെ മെഡിസിനൽ കെമിസ്ട്രിയിൽ നിന്ന് എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. കേസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുകയാണെങ്കിൽ കേസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഭയങ്കര കൺഫ്യൂസിങ് ഒന്നും ആയിട്ടില്ല, കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് അറിയാത്തതുണ്ടായിരുന്നു. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളതൊക്കെ ചിലത് നമുക്ക് കൺഫ്യൂസിങ് ആയിരിക്കും. കാരണം നമ്മൾ പഠിച്ച ആ ഒരു ഓപ്ഷൻസ് ഒന്നും നമ്മൾ പഠിച്ചതായിരുന്നില്ല ചിലതൊക്കെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പാസ്സാവാനുള്ളത് എന്തായാലും അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുമായിരുന്നു. പിന്നെ ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എല്ലാവരും മുന്നേ പറഞ്ഞതുപോലെ തന്നെ എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്ത് പോയി. പിന്നെ അറിയാത്ത കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ മാർക്ക് ചെയ്തിട്ട് പോയി. എന്നിട്ട് പിന്നെ മാർക്കഡ് മാത്രം സെലക്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത്, പിന്നെ അതിൻ്റെ അകത്തും പിന്നെ അറിയാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ ഞാൻ കുറച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മാർക്ക് ചെയ്ത്. പിന്നീട് എനിക്ക് അത്യാവശ്യം ടൈം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെയും ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ 150 ക്വസ്റ്റ്യൻസും എനിക്ക് നോക്കാൻ സമയമുണ്ടായിരുന്നു. ഒന്ന് കറക്റ്റ് ആണോ എന്നുള്ളത് വീണ്ടും ചെക്ക് ചെയ്ത് എനിക്ക് എത്ര സ്കോർ കിട്ടുമായിരിക്കും, ആ ഒരു പാസ്സാവാനുള്ള സ്കോർ ഉണ്ടോ, അങ്ങനെ നോക്കാനൊക്കെ അത്യാവശ്യം ടൈം ഉണ്ടായിരുന്നു. എനിക്ക് ആ ഒരു ടൈമിൻ്റെ ഇഷ്യൂ വന്നിട്ടില്ല. അതൊക്കെ കഴിഞ്ഞിട്ടും എനിക്കൊരു 20 മിനിറ്റ്സിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ആ 20 മിനിറ്റ്സിൽ ഞാൻ ഒരു 10 മിനിറ്റ് മുന്നേ തന്നെ ഞാൻ എൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു പേടി, ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് എന്നിട്ട് ലാസ്റ്റ് എൻഡ് കൊടുത്ത്, അങ്ങനെയായിരുന്നു. പിന്നെ ക്ലാസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആൻഡ്രൂ സാറിൻ്റെ ക്ലാസ് ഭയങ്കര സൂപ്പറായിരുന്നു. ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ക്ലാസ് ഭയങ്കര ഇൻട്രസ്റ്റിങ്ങും ആയിരുന്നു, ഫുൾ അറ്റൻഡ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ ക്രാഷും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു 45 ക്ലാസ്സസ് അറൗണ്ട് ഞാൻ കേൾക്കാൻ പറ്റിയിട്ടുള്ളായിരുന്നു. ബാക്കി എനിക്ക് ടൈം കിട്ടിയില്ല. അതിനകത്ത് വരുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പം അത് പിന്നെ മാമിൻ്റെ അടുത്ത് എന്തെങ്കിലും ഡൗട്ടൊക്കെ ചോദിക്കുന്ന സമയത്ത് മാം പറഞ്ഞു തരുമല്ലോ. അങ്ങനെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മാം എനിക്ക് തലേന്ന് മീൻസ് എക്സാമിൻ്റെ തലേന്ന് എനിക്ക് 2-3 ക്വസ്റ്റ്യൻസ് ഇതെന്തായാലും നോക്കണേന്ന് പറഞ്ഞിട്ട് അയച്ച ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് ഒരു 2 ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 2-3 ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു മാം അയച്ചതിൻ്റെ അകത്ത്. ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അതായത് എക്സാമിൻ്റെ 2 ദിവസം മുന്നേ മാം എനിക്ക് 2 ദിവസം കൊണ്ടാണ് എക്സാം എന്ന് പറയുന്ന സമയത്ത് ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും എനിക്ക് റിപ്ലൈ തരാറുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ എക്സാമിൻ്റെ തലേന്നാണെങ്കിലും ഭയങ്കര കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു ചിന്നു മാം, ആൻഡ്രൂ സർ. പിന്നെ ഇനി എല്ലാ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. അത്ര ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള ആ ഒരു ഇതൊക്കെ നമ്മൾ എന്തായാലും ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും.